വെൽക്കം ബാക്ക് ടു യൂഷ്വൽ സൈക്കോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ ഇന്ന് ഒരു രാവിലെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ട് മഴത്തു എന്തെങ്കിലും ഒരു ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അലിഗേഷൻ വല്ലതും വരികയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഞാൻ അങ്ങനെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അലിഗേഷൻ സംബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഇന്നലെ കണ്ടതായിരുന്നു, ഇന്നലെ കുറച്ചേ കണ്ടുള്ളൂ. ഞാനപ്പോൾ അത് വിട്ട് കളഞ്ഞു, എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ആ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു. മൊത്തം കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിനകത്ത് ഒരുപാട് ആളുകളെ പറ്റി അവർ പറയുന്നുണ്ട്. ഒരു സുചിത്ര എന്ന് പറയുന്ന, നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടു കാണും, സുചിത്ര എന്ന് പറയുന്ന ഒരു തമിഴ് ഗായിക, അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് റീമ കല്ലിങ്കൽ, ആഷിഖ് അബു ഇവരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതെടുത്ത് പറയാൻ നിന്നില്ല, കാരണം കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. പക്ഷെ അവരെ ഒന്നും ഇവിടെ ആരും ഒന്നും ചൊറിയത്തുമില്ല, അവരുടെ ഒന്നും പേരെങ്ങും വരത്തുമില്ല. അവരെല്ലാവർക്കും എതിരെ കുറെ പറഞ്ഞ് മറ്റേ വലിയ സെറ്റപ്പായിട്ട് അവർ നടക്കും. ഇത് കുറെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് പ്രത്യേകിച്ച് അതിനെ പറ്റി ഒന്നും പറയാൻ തോന്നിയില്ല. എന്നാൽ ആ വീഡിയോയിൽ കുറച്ചും കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് കമലഹാസൻ സാറിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതൊന്ന് റിയാക്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം റീമ കല്ലിങ്കൽ, ആഷിഖ് അബു ഇവരെയൊക്കെ നമുക്ക് വലിച്ചങ്ങോട്ട് ഇട്ടേക്കാം ഇതിനകത്തോടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ. എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കാണുക, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ തുടങ്ങിയാലോ? കണ്ടു. விஷால் அவர்கள் இன்னைக்கு ஒரு பேட்டி கொடுத்திருக்காரு. தமிழ் இண்டஸ்ட்ரியிலும் இது இருக்கு, மலையாளம் இண்டஸ்ட்ரி மாதிரி இங்க இன்னும் நடந்துட்டு இருக்கு. நான் இதை விட மாட்டேன். எல்லாருமே ஐயோ அந்த ரீமா கலிங்கல் எல்லாருக்கும் போன் பண்ணி நீங்க ஏன் இத பத்தி பேசல, ஏன் சாவடிச்சிட்டு இருக்காங்க அந்த லேடிஸ். எல்லா இன்ஃப்ளூயன்சர்ஸ் பேஜ் கடையிலயும் போய் ஷேம் ஆன் யூ ஹேவ் நாட் ஸ்போக்கன் அபௌட் தி கேரளா இஷ்யூன்றாங்க. பிஆர் ஓவர் வர்க் பண்ணிட்டு இருக்காங்க. அவங்க காசு கொடுத்து பண்ணின இன்டர்வியூஸ் முடிஞ்சிருச்சு. அதுக்கு மேல இன்ஃப்ளூயன்சர்ஸ் இந்த 238 பேஜ் டாக்குமெண்ட்ட பார்த்துட்டு we don't want to talk about it-ன்ட்டாங்க. இப்பட்ட முறையில சொல்றதுக்கே ஒண்ணும் இருக்காது உங்களுக்கு. இந்த மாதிரி நடக்குதுன்னா நடக்க கூடாது. இந்த கேர்ள்ஸ் சுத்தி உட்கார்ந்துட்டு தம் அடிச்சுட்டு வாங்கி குடிச்சிட்டு இதுல கொஸ்டின், அவங்க லைஃப் ஸ்டைல் அப்படி. we are talking about lifestyle ladies. இன்னைக்கு திடீர்னு வெள்ளம் சொல்லமா உட்கார்ந்துட்டு பேசுறாங்கன்னா நாளைக்கே ப்ளீஸ் அவங்க just take a peep at their lifestyle. மேம் ஆக்சுவலா இன்னொரு பக்கம் பார்த்தா, நான் இப்போ சொன்ன மாதிரி இங்க தமிழ் சினிமாலேருந்து விஷால் அவர்கள் ஒரு வாய்ஸ் ரைஸ் பண்ணியிருக்காரு. அதே மாதிரி இங்கேயும் நிறைய நடக்குது, இதுக்கு இங்கேயும் ஒரு கமிட்டி ஆரம்பிக்கணும், நான் இதை சும்மா விட மாட்டேன் அப்படின்ற மாதிரி ஒரு பக்கம் சொல்லியிருக்காரு. இன்னொரு பக்கம் எனக்கு அவர் மேல ஒரு ரூமர்ஸ் இருந்தது. இதுக்கு முன்னாடி ஒரு கொஞ்சம் வருஷம் முன்னாடி ஸ்ரீரெட்டி வச்சு அவர் மேல ஒரு அலிகேஷன்ஸ் வந்தது. பட் எனக்கு அந்த பேரை யாருன்னு தெரியல அப்படின்னு அவர் சொல்லியிருந்தாரு. இன்னொரு பக்கம் இந்த மாதிரி இங்கேயும் நடக்குது, இதை நான் விட மாட்டேன், நான் இதுக்கு தலைமை எடுத்து நான் இதை சரி பண்ணுவேன்ற மாதிரி ஒரு விஷயம் சொல்லியிருக்காரு. ஸோ வாட்ஸ் யுவர் பாயிண்ட் ஆன் திஸ்? பண்ணுவரா இருக்கும். maybe he sees some image building benefit from doing something like this, right? விஷாலோட இமேஜ் கொஞ்ச நாளாவே ரொம்ப டேமேஜ்டா தான போயிட்டு இருக்கு. சோ இத வெச்சு கொஞ்சம் நம்ம இமேஜை பெட்டர் பண்ணலாம்னு மேபி அவருக்கு தோணிருக்கலாம். അപ്പോ വിശാലിനൊരു അടി കൊടുത്തിട്ടാണ് ചേച്ചി ഈ ഒരു ക്ലിപ്പിൽ നിർത്തിയിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, വിശാലിലേക്ക് വരാം. അതിനു മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ റീമ കല്ലിങ്കൽ ചേച്ചി അന്ത പൊണ്ണ് സുമ്മാവേ വിടമാട്ടെ, അന്ത സെറ്റപ്പാ, ചുമ്മാ ഇരുന്ന് എല്ലാരും വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക, നിങ്ങൾ എന്താ റിയാക്ട് ചെയ്യാത്ത, നിങ്ങൾ റിയാക്ട് ചെയ്യും, നിങ്ങൾ റിയാക്ട് ചെയ്യും, നിങ്ങൾ റിയാക്ട് ചെയ്യും. ചേച്ചി അലിഗേഷൻ ചെറുതൊന്നും അല്ല ചേച്ചി. ചേച്ചിക്കിനകത്തൊന്നും മിണ്ടാനില്ലേ? ചേച്ചിയുടെ വായിക്കകത്ത് പഴമല്ലോ തിരിഞ്ഞു വെച്ചിട്ടുണ്ടോ? നല്ല പുഴുങ്ങിയ പഴമല്ലോ. ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? ചേച്ചി അങ്ങോട്ട് പല ആളുകളെയും അങ്ങോട്ട് ചെന്ന് അവരോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ റിയാക്ട് ചെയ്യൂ, തമിഴ് സിനിമയിലെ സുന്ദരി സുന്ദരന്മാരെ നിങ്ങൾ റിയാക്ട് ചെയ്യൂ, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വൃത്തികേടുകൾ നടക്കുന്നു എന്ന് ചേച്ചി അങ്ങോട്ട് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഒരു അക്കച്ചി വന്ന് പറഞ്ഞിരിക്കുന്നത്. ചേച്ചിക്കൊന്നും മിണ്ടാനില്ലേ? ചേച്ചി ഇതുവല്ലം കാണുന്നുണ്ടോ? ചേച്ചി വാ വിളിച്ചു പറ, ചേച്ചി പറ. ഇവിടെ ലാലേട്ടനും മമ്മൂക്കയും മറ്റേ മിണ്ടാതിരുന്നാലേ ഉള്ളൂ കുഴപ്പം. ചേച്ചിക്കെതിരെ ഇപ്പൊ ഒരു സാധനം വന്നിട്ടുണ്ട്, ചേച്ചി എന്താ മിണ്ടാത്തത്? അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കി ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒന്നും പറയാനില്ല ഇതിനകത്ത്? അല്ലെങ്കിൽ റീമ ചേച്ചിയെ കൊണ്ട് റീമ ചേച്ചിയുടെ വാ തുറന്നൊന്നും പറയിപ്പിക്കാൻ നിങ്ങൾക്ക് അവര് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇതൊന്നും അല്ല, ഇതൊരു കുഞ്ഞ് അലിഗേഷൻ മാത്രമാണ്. ഞാനിപ്പം കറണ്ട് പോയി കേട്ടാ, അത് പോട്ടെ, നിങ്ങൾക്ക് കാണാലോ. അപ്പോ ഇതൊരു കുഞ്ഞ് അലിഗേഷൻ, തുടക്കത്തിൽ ഒരു കുഞ്ഞ് സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ചേച്ചി എല്ലാരെയും അങ്ങോട്ട് നിന്ന് മറ്റേ കുത്തിയിളക്കി വിടുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ല, കുറച്ച് കൂടി അലിഗേഷൻസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ സുചിത്ര എന്ന് പറയുന്ന അക്കച്ചി വിശാലിനിട്ട് അവിടെ ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചുമ്മാ വിശാൽ പ്രസ് മീറ്റ് എന്നോ അല്ലെങ്കിൽ വിശാൽ അബൌട്ട് ഹേമ കമ്മിറ്റി എന്നോ എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ കിട്ടും. വിശാൽ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷെ അല്ല, മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല തമിഴിലും ഉണ്ടെങ്കിൽ നമുക്കത് തിരക്കണം, ഇവിടെയും ഇങ്ങനത്തെ ഒരു ഹേമ കമ്മിറ്റി വരണമെന്നൊക്കെ അണ്ണം വലിയ രീതി തള്ളുന്നുണ്ടായിരുന്നു.
അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അണ്ണനെതിരെ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു നടി വന്നിട്ട് ഈ അണ്ണൻ കുറച്ച് വൃത്തികേടുകൾ കാണിച്ചതിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അണ്ണനൊന്നും മുണ്ടിയില്ല. ഇപ്പൊ അണ്ണന് മറ്റേ മുണ്ടാട്ടം വന്നു. അത് മലയാളത്തിലാണല്ലോ. അപ്പൊ ഇതിനകത്തുനിന്നൊക്കെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഇതിപ്പോ ഈ ചേച്ചി പറഞ്ഞത് വെച്ച് ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് റീമ കല്ലിങ്കൽ അല്ലെങ്കിൽ ആഷിഖ് അബു അവരുടെ വാ തുറന്നിട്ടില്ല. അവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അതിനകത്തോടെ നോക്കാം. ഇപ്പൊ ഇവര് പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ അവരുടെ കാര്യമൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ റീമ കല്ലിങ്കൽ ചേച്ചി അങ്ങോട്ടേക്ക് പോയി എല്ലാവരോടും ഇതിനെതിരെ സംസാരിക്കുക, അല്ലെങ്കിൽ അത് വന്നില്ലേ മിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊരു കാര്യം ഓർത്തോ, എല്ലാവരും വീഡിയോ കാണുന്നവര്, നമ്മുടെ തമിഴുണ്ടല്ലോ, തമിഴ് ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകൾ. ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നതും അവിടെ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചർച്ച മലയാളം സിനിമ ഇൻഡസ്ട്രിയാണ്. ഇവിടെ നടക്കുന്ന ഈ ഒരു വൃത്തികേടാണ് സത്യം പറഞ്ഞാൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയൊരു കോട്ടം തട്ടി, അതിനെ എടുത്ത് ബാക്കി എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. കുറെ നടന്മാര് എല്ലാം കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇത്രയും പൊക്കി മേപ്പോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് വെറും ദിവസങ്ങൾ കൊണ്ട് അതെല്ലാം ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിന് മലയാളത്തിലെ ഒരു നായികയും ഒരു ഡയറക്ടറും കൂട്ടു നിൽക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീമ കല്ലിങ്കലിന്റെ ആഷിഖിന്റെ അബുവിന്റെ ഒക്കെ പേര് വരുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി തോന്നിയത്. അവര് മാക്സിമം മലയാളം ഇൻഡസ്ട്രിയെ തകർക്കാൻ നോക്കുന്ന പോലെയാണ് ഇവർ ഈ പറയുന്നതിനകത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. എന്നിട്ട് ഞാൻ ബാക്കി அது ப்ராப்பராയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. இப்போ நான் யாரை நம்புறதுன்னு தெரியல. இங்கே ஒரு பிரச்சனை வருது, இங்கே ஒருத்தர் வாய்ஸ் ரேஸ் பண்ணுறாரு, உங்கள் மேலேயும் ஒரு ரூமர்ஸ் இருக்கு, யார் இங்கே இதை பார்த்துப்பாங்கன்ற ஒரு கொஸ்டின் மார்க் வருதுல்ல மேம்? See, first of all, நான் அந்த ரிப்போர்ட்டையே நான் வந்து நல் அண்ட் வைட்னு சொல்லிடுவேன். அதனால எந்த பெரிய மாற்றமும் வரப்போறது கிடையாது. ஸோ அதை வந்து ஒரு இமேஜ் கிளீன் அப் ஃபார்மேட்டா வந்து இவங்க பார்த்தாங்கன்னா கண்டிப்பா சில பேர் முன்னுக்கு வந்து இதை சொல்ல வாய்ப்பு இருக்கு. ஏன்னா ரீமா கல்லிங்கல் was also going through a very very bad PR phase up to 2-3 years. அவங்க கரியர் அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னால தான் மோஸ்ட்லி. There was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கல்லிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. லைக் nobody is asking ரீமா கல்லிங்கல் this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க? இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. கைஸ் ஆல்சோ இதெல்லாம் கொச்சி அவங்க அரெஸ்ட் பண்ண ரிப்போர்ட்ல இருக்கு. வாட் வாஸ் பாய் ஃப்ரெண்ட்ஸ் நேம்? அபு அபு அந்த டைம்ல 2 பேரும் தான் விசாரணைக்கு கூட்டிட்டு போனாங்க. அப்பட்டமா வந்துச்சு அவங்க 2 பேரும். ஜஸ்ட் ப்ளீஸ் அட்டாச் தட் ஏதாவது ஒரு ஸ்கிரீன்ஷாட் ஆஃப் தட் ஆர்டிகல் ஹியர். சும்மா நான் வளாத்திட்டு இருக்கேன், அடியில கமெண்ட்ஸ் வரப்போகுது. நானே ஷாக் ஆனேன். ஓ ரீமா கல்லிங்கல் டஸ் திஸ் வாட் அப்படின்ட்டு. அந்த ஆர்டிகல் படிச்சுதான் எனக்குமே தெரியும் அந்த டைம்ல. அப்புறம் நான் அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில ஒரு சாக்லேட் தொடவே மாட்டோம் அப்படிம்பாங்க. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்லை. இந்த தேதிக்கு சில நடிகர்கள்லாம் 2 லைன் நான் அடிக்கலைன்னா என்னால நடிக்கவே முடியாது, நான் செட்டுக்கே வர மாட்டேன்றாங்க. சோ அப்பனே லைன் கோலம் போட்டு கொடுக்குறோம். ஏன்னா யாரு எல்லாரும் வச்சுக்கோங்க. അപ്പോ ഡീമ ചേച്ചിയുടെ വീട്ടിൽ വരുന്നവർക്ക് ഒരു ചോക്ലേറ്റ് വരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പേടിയാണല്ലേ ഡീമ ചേച്ചി? ഇപ്പോ നിങ്ങൾ എന്താണ് അതിനകത്ത് കലക്കി കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഈ ചേച്ചി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഈ ആണുങ്ങൾ കയറി അങ്ങോട്ട് മറ്റേ ഉപദ്രവിക്കുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, ഇത് മാത്രമൊന്നും അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സിനിമ ഇൻഡസ്ട്രിയിലെ അമിത ലഹരി ഉപയോഗം. അതിപ്പം എന്താ സിന്തറ്റിക് ആയിക്കോട്ടെ, ഈ കഞ്ചാവ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്താണ് കള്ള ആയിക്കോട്ടെ, ലഹരി ഉപയോഗം കുറച്ച് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു സാധനം മാത്രം ഇവരാരും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത് ഞാൻ കണ്ടില്ല. എല്ലാവരും സ്ത്രീകൾക്കെതിരെയുള്ള മറ്റേ സാധനങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഡീമ ചേച്ചി, പാർവതി ചേച്ചി, നിങ്ങളാരും ഇതും കൊണ്ട് ഇറങ്ങാത്ത? ഈ ആവശ്യമില്ലാത്ത ലഹരി ഉപയോഗം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളെന്താ ഇറങ്ങാഞ്ഞ്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നും ഒരു വർഷം കണ്ടേ ആയി കാണത്തുള്ളൂ, നമ്മുടെ ടിനി ടോമിയേട്ടൻ ഇടയ്ക്കെന്ന് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് എന്തൊക്കെയോ ഇതിനകത്ത് ഉപയോഗങ്ങളുണ്ട്, പോലീസുകാർ കണ്ടുപിടിക്കും. ചേട്ടനാന്ന് പറഞ്ഞേ ഉള്ളൂ, പിന്നെ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് ഒന്നും ഇല്ല ഇവിടെ. ആ ഒരു കാര്യം കൂടെ ഗേമ കമ്മിറ്റിക്കകത്ത് പറയുന്നുണ്ട്. അതിനെ എന്താ നിങ്ങളാരും പൊക്കിയെടുക്കാത്തെ? ഞാനതാ എൻ്റെ ഒരു ചോദ്യം അതാ ഈ ചേച്ചി ചോദിച്ചോണോ, ആരും മിണ്ടുന്നില്ലല്ലോ. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ചേച്ചി പറഞ്ഞ കണക്ക് ആർട്ടിക്കിൾ ഒന്നും കാണിക്കണ്ട കേട്ടോ. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നേരത്തെ കിംബതന്തികളായിട്ടും കേസൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ കേട്ടായിരുന്നു. പക്ഷെ എവിടെ പോയെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ മുങ്ങി പോവുമല്ലോ അതൊക്കെ. കേമ ചേച്ചി നമ്മുടെ ഡീമ കല്ലിങ്കൽ ചേച്ചിക്കും ആഷിഖ് അബു അണ്ണനും ഒക്കെ പാർട്ടി നടത്തുന്നു, അത് മൊത്തം ലഹരി പാർട്ടി എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മുങ്ങും.
കാരണം അവര് വൻ ടീമുകളല്ലേ, അവര് എന്താ സ്ത്രീകൾക്ക് സംരക്ഷണ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടക്കുന്നവരല്ലേ. സോ അവരെന്ത് തെണ്ടിത്തരം കാണിച്ചാലും, അവരിപ്പോ 10 പേരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലിട്ടിട്ട് പീഡിപ്പിച്ചാൽ പോലും അത് പ്രശ്നമല്ല. കാരണം അവര് ബാക്കിയുള്ളവർ ഇവിടെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ മാത്രം ചെയ്താൽ മതി, ആ ഒരു മൂടി നടക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവര് പറയുന്നതിനകത്തുനിന്ന് കേട്ട് മനസ്സിലാക്കി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഈ പറയുന്നത്. ഇവര് പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്ന് ചേച്ചി, പോലീസുകാരന്മാരെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ഈ ചേച്ചിക്കും ഈ ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവര് ഡൈവേഴ്സ് ആയി എന്നൊക്കെ കിംബദന്തികൾ കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്ന് അറിയത്തില്ല. ആഷിഖ് കപൂർ റീമ കല്ലിങ്കൽ ഒന്നിച്ചല്ല, ഡിവോഴ്സ്ഡ് ആണ് എന്നൊക്കെ പറയുന്നു, അറിയില്ല. സോ എന്തുകൊണ്ടാണ് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ പേഴ്സണൽ, നമ്മൾ അതിനകത്തോടൊന്നും പോയി തലയിടണ്ട. പക്ഷെ ഈ പരിപാടി ചേച്ചിയും ചേട്ടനും ഒക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പുറത്തു വരണം. നിങ്ങൾക്ക് എന്തും കാണിക്കാം, മറ്റുള്ളവർ കാണിക്കരുത്, ആ ഒരു മൂഡ് ഇവിടെ നിർത്തിക്കും. പിന്നെ ചേച്ചി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയതിന് ചേച്ചി ആരോട് ഇവിടെ മറ്റേ വൈരാഗ്യമൊന്നും വെച്ചിട്ട് കാര്യമില്ല. ചേച്ചി മാന്യമായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് അഭിനയം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിന്ന് പോയേനെ കേട്ടാ. പിന്നെ വേറൊരു കാര്യം, പ്രായം കൂടുന്തോറും നമുക്ക് കിട്ടുന്നത് മറ്റേ +2 പഠിക്കുന്ന കൊച്ചിന്റെ റോള് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ പറ്റത്തില്ലല്ലോ ചേച്ചി. അപ്പം ചേച്ചിയുടെ ഏജിനനുസരിച്ചുള്ള ഒരു റോളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ചേച്ചിക്ക് ചെയ്യാൻ കിട്ടാതെ പോകുന്നത് ഒന്നെങ്കിൽ ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനത്തെ ഇപ്പൊ ഇവര് പറഞ്ഞ കണക്ക് മറ്റേ കയ്യിരിപ്പ് ഇച്ചിരി സീൻ ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലപ്പം ചവിട്ടിയതായിരിക്കും ചേച്ചി, ചിലപ്പോൾ അങ്ങനെയും വരാം കേട്ടോ. പിന്നെ എല്ലാവരും നിങ്ങളെ മറ്റേ അകറ്റ് നിൽക്കുന്നു നിർത്തുന്നു, നിങ്ങൾ മറ്റേ നല്ല സ്ത്രീ ആയതുകൊണ്ട് ഇത് മാത്രം പറയണ്ട. നമ്മുടെ കയ്യിൽ കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇത്രയും അലിഗേഷൻസ് നിങ്ങൾക്കെതിരെ വരുന്നുണ്ട്, നിങ്ങൾ വാ തുറന്നൊന്നും പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ മൊഴിഞ്ഞാട്ടെ, അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട പിന്നെ ഒരു ചെറിയ സംശയവും കൂടെ ഉണ്ട്. ഈ റീമ കല്ലിങ്കൽ ചേച്ചി പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചേച്ചിയുടെ കൂട്ടുകാരികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടുതൽ ഈ WCCയിലുള്ള ആളുകളൊക്കെ കാണുമല്ലോ, അതല്ലാത്തവരും കാണും, പക്ഷെ WCCയിലെ കുഞ്ഞംഗങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അവരൊക്കെ ഈ സാധനമൊക്കെ ഉപയോഗിക്കുമോ? നമ്മുടെ പാർവതി തിരുവത്തൂർ ചേച്ചി, പിന്നെ വേറെ മറ്റേ വലിയ വലിയ തലമൂത്ത ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ പാർട്ടി പോകാറുണ്ടോ? ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് കാണാറുണ്ട് ഈ പാർവതി ചേച്ചിയൊക്കെ കൂടുതലും റീമ കല്ലിങ്കൽ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്യുന്നത്. അപ്പൊ ഈ ചില്ലിങ്കലിന്റെ ഇടയ്ക്കൊക്കെ ഈ ഒരു സാധനങ്ങൾ, ഈ കള്ളും കഞ്ചാവും പിന്നെ മറ്റേ കൂടിയ ഐറ്റങ്ങളും ഒക്കെ ഉണ്ടോ ചേച്ചി? പിന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ കൂടുതലായിട്ട് ഈ കേരള കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി കൂടുതലായിട്ട് മറ്റേ ചൊരഞ്ഞെടുത്ത് സംസാരിക്കാനൊന്നും ഇറങ്ങാത്തത്? അതുകൊണ്ടാണോ? ഇവിടെ പീഡനം മാത്രം തെളിഞ്ഞാൽ മതിയോ? ഇതുപോലുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കള്ളും കഞ്ചാവും മറ്റേ പൊടികളും ഒന്നും ഇവിടെ അതവിടെ ഇരുന്നോട്ടെ, അത് വേറെ ആർക്കും ഒന്നും പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ശരീരമല്ലേ പോകുന്നുള്ളൂ. ആ ഒരു മൂഡ് വെച്ചിട്ടാണോ അതിനെ മറ്റേ പൊക്കിക്കൊണ്ടങ്ങ് നടക്കാത്തത്? ഈ ഒരു പീഡനം മാത്രം, കാരണം പീഡനം പറയുമ്പോഴല്ലേ ആണുങ്ങൾക്കെതിരെ അടിക്കാൻ പറ്റുള്ളൂ അല്ലേ, മറ്റേത് അത് നടക്കത്തില്ലല്ലോ. മറ്റേത് എങ്ങാനും കുത്തിപ്പൊക്കി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ പേരും കൂടെ വരും. ആ ഒരു പേടിയുള്ളതുകൊണ്ടാണോ ചേച്ചിമാരെ? അല്ല, അറിയാൻ പാടില്ല. ഇവിടുത്തെ യുവതലമുറ ഈ പീഡനങ്ങൾ മാത്രം എന്താ കാണാതെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാൾ പീഡനം നടത്തിയ ഉടനെ ഇങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും അത് പോലീസൊക്കെ കേസെടുത്ത് പെടുത്തും എന്ന് വരുന്ന യുവതലമുറ അത് മാത്രം അറിഞ്ഞാൽ മതിയോ? ഈ കള്ളും കഞ്ചാവും ഒന്നും ഇവിടെ ഇല്ലാതാവണ്ടേ ചേച്ചി? അല്ല, അറിയാൻ പാടില്ല, ഒരു സംശയമാ. നിങ്ങൾ ഈ പൊക്കി എടുത്തോണ്ട് നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു സംശയമാ ചേച്ചി. അതും കൂടെയൊക്കെ ഒന്ന് വന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ അലിഗേഷൻ ഒക്കെ ചേച്ചിമാർക്കും വരുമ്പോഴത്തേക്ക് വാ ഒന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ கொள்ளாயிருந்து ചേച്ചി கேட்டா. வந்து இப்போ நீங்க உங்களுடைய ரீசெண்ட் இன்டர்வியூஸ் வந்து தட் broke the internet மேம். ஆக்சுவலி வந்து நிறைய அதை சுற்றி எக்கச்சக்கமாக இட் ஹஸ் பீன் ரன்னிங். நிறையா அது ஒரு பக்கம் மீமா, ஒரு பக்கம் ஹேட்ரடா, ஒரு பக்கம் நெகட்டிவிட்டியா, ஒரு பக்கம் நிறைய டிபேட்டா எக்கச்சக்கமாக போயிட்டு இருந்துச்சு. லைக் அதில் ஒரு சிலது லைக் ஐ வாண்ட் டு அட்ரஸ் இட் நவ். நீங்கள் இந்த ட்ரக்ஸ் பற்றி சொல்கிறதுனால தமிழ் சினிமாவில் வந்து ஆக்சுவலாக நீங்கள் ட்ரக்ஸோட யூசேஜ் வந்து ரொம்ப ஈஸியாக போயிட்டுருக்குன்னு சொல்கிறத கேட்குறப்போ ஃபஸ்ட்டு ஷாக்கிங்காக இருந்துச்சு. அடுத்ததான் நீங்கள் வந்து கமல் சாரை மென்ஷன் பண்ணிருந்தீங்க. கமல் சாரோட பார்ட்டியில் வந்து பிளேட்டில் கொடுப்பாங்க. நீங்கள் சொன்னதை எப்படி இவங்க எடுத்துகிட்டு இப்போ சோஷியல் மீடியாவில் போட்டுட்டு இருந்தாங்கன்னா இவங்க சும்மா சொல்கிறாங்க. லைக் நான் ஓப்பனாக ஐ வாண்ட் டு டெல். അപ്പൊ ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അലിഗേഷൻസ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിന് മുമ്പ് ചേച്ചി ഒരിടത്ത് പറഞ്ഞത് കമൽ സാറിന്റെ പാർട്ടിയില് പ്ലേറ്റിനകത്ത് മയക്കുമരുന്ന് കൊണ്ടുവന്ന് അങ്ങോട്ട് എല്ലാവർക്കും കൊടുക്കും, എല്ലാരും പ്ലേറ്റിനകത്തൊന്നും മറ്റേ ചോറും സാമ്പാറും പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്നതൊക്കെയാണ് ഈ ഒരു ഈ സിന്തറ്റിക് ഡ്രഗ് ഒക്കെ കമൽഹാസൻ സാറിന്റെ പാർട്ടിക്ക് വിളമ്പുന്നത് എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു അലിഗേഷനാ, ഇതൊക്കെ ഒന്ന് തിരക്കണം. ഇതിപ്പോ ഹേമ കമ്മിറ്റി ഇവിടെ ഉണ്ട്, തമിഴ്നാട്ടിലൊന്ന് വാ, ഹേമ കമ്മിറ്റി അവിടെയും വാ, എന്നിട്ട് പിടിക്കുക എല്ലാത്തിനെയും. ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രി മാത്രം അങ്ങനെ എല്ലാവരും ഇവിടെ കറക്കണ്ട, അവിടെയും കൂടെ വരട്ടെ.
വരട്ടെ. വിശാൽ ഇപ്പം ചേച്ചി നേരത്തെ അത് കണക്ക് നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞില്ല. വിശാൽ പറഞ്ഞതിന് ചേച്ചി പറയുന്നത് വിശാൽ മൊത്തത്തിൽ ആ ഒരു നെഗറ്റീവ് ഇമേജിൽ ഇരിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ ആ നെഗറ്റീവ് ഇമേജ് മാറ്റാൻ പുള്ളി എല്ലാത്തിന്റെ ഫ്രണ്ടിലേക്ക് ചാടിക്കറി വരുന്നു. ഇവിടെ ഹേമ കമ്മിറ്റി വരട്ടെ എന്നൊക്കെ പുള്ളി പറയുന്നു. ചിലപ്പോൾ അതും ആയിരിക്കാം കേട്ടോ, തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല ആ ഒരു കേസ്. ചിലപ്പോൾ അതും ആയിരിക്കാം, ചിലപ്പോൾ അത് അല്ലാതെ ഇരിക്കാം. എന്താണെങ്കിലും ഹേമ കമ്മിറ്റി അവിടെ ചെല്ല് തമിഴിലും തെലുങ്കിലും ഒക്കെ ചെല്ല്, എല്ലാത്തിനെയും പിടിക്ക്. കാരണം മലയാളത്തിനെ എടുത്തു വെച്ചിട്ട് കുറെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കണ്ടേ ആ തമിഴ്നാട്ടിലെ ഓരോ ചാനലൊക്കെ കാണണം, ഫുള്ള് ഹേമ കമ്മിറ്റി മൂല. ഓഫ്, ലാലേട്ടനെ മമ്മൂക്കയൊക്കെ എടുത്തിട്ട് അത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ എപ്പോഴും ഇരുന്ന് ഇത് തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നാ തോന്നുന്നു കുറച്ചൊന്ന് കുറയുന്നത്. അതുവരെ ഫുള്ള് ലാലേട്ടൻ മമ്മൂക്ക മിണ്ടുന്നില്ല, വാ തുറക്കുന്നില്ല, അവര് പാൻറ് ഇട്ടില്ല, അവർ ചണ്ടി ഇട്ടില്ല, ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും എല്ലാ ഇൻഡസ്ട്രിയിലും നല്ല ചീത്തപ്പേരായിട്ടുണ്ട് മലയാളത്തിന്, മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക്. ദൈവത്തെ ഓർത്ത് മതി, ഇതിൽ കൂടുതൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയെ നാറ്റിക്കരുത്. ചില തെറ്റുകൾ ഉണ്ടെന്നും പറഞ്ഞ് മലയാളം സിനിമ ഇൻഡസ്ട്രി ഇല്ലാതാക്കാൻ എല്ലാവരും കൂടെ ശ്രമിക്കരുത്. ഇപ്പം ഈ ആച്ചിക്കബു, റീമ കല്ലിങ്കൽ ചേച്ചിയൊക്കെ വന്നിട്ട് ഇറങ്ങിയിട്ട് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് എന്താണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അവർക്കിനിയും ഇതിന്റെ ഒരു വേറെന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഇങ്ങനത്തെ കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുങ്ങിപ്പോയി. അതിനെപ്പറ്റി ഒന്നും ആരും മിണ്ടുന്ന പോലുമില്ല. എവിടെ അതൊക്കെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. കുറച്ചും കൂടെ யூடியூப்ல போய் சப்ஸ்டன்ஸ் யூசர்ஸோட டெல் பாடி லாங்குவேஜ் என்னன்னு பாருங்க. இதெல்லாம் பாருங்களேன் நீங்க. இதுல உங்களுடைய ஆக்டர்ஸ் எத்தனை பேரு பொது வெளியில இந்த மாதிரி செய்கை எல்லாம் செய்யறாங்க, இந்த கண்ணு மலர்ந்து இப்படி திரும்புறாங்க, எல்லாம் பாருங்களேன். பியூப்பிள்ஸ் டைலேட்டட். ஒரு ட்ரங்க்குக்கான அறிகுறி, my hands don't shake bro. ബ്രോ എനിക്ക് ഈ ചേച്ചി പറഞ്ഞ ഈ ഒരു പോയിന്റിനോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ചേച്ചി പറയുന്നത് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവരൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ വീഡിയോ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നവർക്ക് ഞാൻ ഈ ബിഗ് ബോസ് ചെയ്തൊക്കെ അറിയായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ലാസ്റ്റത്തെ ബിഗ് ബോസ് സീസൺ 6 ഒരു ചേച്ചി ഉണ്ടായിരുന്നു, എപ്പോഴും മറ്റേ മൂക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ചേച്ചിയൊക്കെ ഡ്രഗ് യൂസർ ആണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഒരാൾ കാണിക്കുന്ന കാട്ടായങ്ങൾ വെച്ച് അയാളൊരു ഡ്രഗ് യൂസർ ആണെന്ന് പറയരുത്. ഞാൻ ചിലവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചില ആക്ടേഴ്സ് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് ചാടിത്തുള്ളി കിടക്കും. അവരൊക്കെ ഒറ്റയടിക്ക് നമ്മൾ കണ്ടിട്ട് പറഞ്ഞു കളയുക അവര് ഡ്രഗാണ്. എങ്ങനെ നമ്മൾ അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ നാട്ടില് ഏറ്റവും മാന്യമായ ഡ്രസ്സ് ധരിച്ച് മാന്യമായ ജനങ്ങളോട് സംസാരിച്ച് നടക്കുന്ന പല ആളുകളുമായിരിക്കും ഡ്രഗ് യൂസേഴ്സ്. നമുക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ എല്ലാവരും ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവര് പറയുന്ന പ്യൂപ്പിളൊക്കെ കണ്ണൊക്കെ തള്ളിയിരിക്കുന്നവർ ചിലപ്പം ഒരിക്കലും ഇല്ല, ഒന്നും ചെയ്യാതെ കണ്ണ് തള്ളിയിരിക്കുന്ന എന്റെയൊക്കെ ഒരു കസിൻ ഉണ്ട്. ഈസ് എ നീറ്റ് ബോയ്. നീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു പെക്കൊക്കെ ഓഫർ ചെയ്ത പോലും അങ്ങനത്തെ ഒരു മനുഷ്യനൊക്കെ. പക്ഷെ കണ്ണൊക്കെ തള്ളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവൻ എന്തോ ചെയ്തിട്ട്. പക്ഷെ അവനൊന്നും അങ്ങനത്തെ ഒരാളല്ല. സോ ഒരിക്കലും നമ്മൾ ഒരാളുടെ മുഖഭാവോ അതൊന്നും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഡ്രഗ് യൂസർ ആണോ അല്ലയോ. ഈ ചേച്ചി പറഞ്ഞതിനകത്ത് ഇതിനെ മാത്രം എനിക്ക് എതിർക്കാൻ പറ്റി. ബാക്കിയല്ല അവർ പറയുന്നത് അവരോട് ആളുകൾ പറഞ്ഞ് അവർക്ക് പേഴ്സണൽ അനുഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അവർ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ വേറെ, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ആരുടെയൊക്കെ എതിരെയാണോ പറയുന്നത് അവർ വന്നിട്ട് പറയണം അവർ ചുമ്മാ പറഞ്ഞാണെന്ന്. അങ്ങനെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ സൈഡ് തന്നെ നിന്ന് സംസാരിക്കണ്ട, അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് കേട്ട് പറയേണ്ടി വരും. പക്ഷെ ഈ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് എനിക്കത് അവരോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ അല്ല. ഒരാളുടെ ക്യാരക്ടർ, ഒരാൾ കാണിക്കുന്ന കാട്ടായങ്ങൾ വെച്ച് അയാൾ ഡ്രഗ് യൂസർ ആണോ, ഇല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ നാളെ മുടി വളർത്തിയിരിക്കുക, താടിയുണ്ട്, നാളെ ഞാനും ആകും. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കേസുകളൊക്കെ വരും. സോ അതിനോട് ഇവർ പറഞ്ഞ ലാസ്റ്റ് ആ ഒരു പോയിന്റിനോട് മാത്രം ഞാൻ യോജിക്കുന്നില്ല. ബാക്കി പറഞ്ഞ കമലഹാസൻ സാറിനെതിരെയാണെങ്കിലും ശരി, ആഷിക്കബു റീമ കല്ലിങ്കലിന്റെ എന്താണെങ്കിലും ഇത് പോലീസുകാർ, നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് തിരക്കിയാൽ കൊള്ളാം. പിന്നെ കമലഹാസൻ സാറിന്റെ കേസൊക്കെ ഇവർ പറയുന്നത് ചെറിയൊരു അലിഗേഷൻ ഒന്നും അല്ല. അത് ഹേമ കമ്മിറ്റി ഇപ്പൊ തമിഴിലോ ഇല്ലെങ്കിൽ അവിടെ ഇത് കണക്കത്തെ എന്തെങ്കിലും വൃത്തികേടുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു കമ്മീഷൻ വരികയാണെങ്കിൽ ഇവർ പറഞ്ഞതൊക്കെ എന്തായാലും ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചോണം. ചെറിയ കേസൊന്നുമല്ല, മറ്റേ പാത്രത്തിനകത്ത് പുട്ട് കുഴച്ച് വെക്കുന്നതാണൊക്കെ പറയുന്നത്, പാത്രത്തിലാണ് കൊണ്ട് കൊടുക്കുന്നതെന്നൊക്കെ. സോ ഇറ്റ്സ് എ ബിഗ് അലിഗേഷൻ. എന്താണെങ്കിലും ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോ ഈ അവിടെ നടക്കുന്നു ചെറ്റത്തരം, ഇവിടെ നടക്കുന്നു ചെറ്റത്തരം എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ സുരക്ഷരല്ല എന്ന് പറഞ്ഞ് സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് വരുന്ന എല്ലാവരും, അതുപോലെ തന്നെ പല അലിഗേഷൻസ് ഉയർത്തുന്ന എല്ലാവരും പറയുന്നത് മൊത്തത്തിലൊന്നും നമ്മൾ കണ്ണുടച്ചങ്ങ് വിശ്വസിക്കണ്ട. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് കാണും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബാക്ക് സ്റ്റോറികൾ കാണും. മനസ്സിലായില്ലേ? സോ നമ്മൾ ജനങ്ങൾ കണ്ണുമുട്ടി വിശ്വസിക്കേണ്ട. മലയാളം ഇൻഡസ്ട്രിയെ നമ്മൾ ഒട്ടടങ്കം ആക്ഷേപിക്കാൻ നിൽക്കണ്ട. കിംബദന്തികൾ പലതും നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ അത് കേട്ടിങ്ങ് വിട്ടാൽ മതി.
അല്ലാതെ അത് വിശ്വസിച്ച് സിനിമയെ ഇനി വരുന്ന സിനിമകൾ ഒരു നല്ലൊരു നായകന്റെ ഒന്നും ഒരു സിനിമ അയാൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞ് നമ്മൾ പോയി കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു മൈൻഡ് കൊണ്ടിരിക്കുന്നവർ ദൈവത്തെ ഓർത്ത് ആ ഒരു മൈൻഡ് മാറ്റി കളയുക. സിനിമ നല്ലതാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കണം, അത് ഏതൊരു സിനിമയാണെങ്കിലും. ഇതൊക്കെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഈ ആഷിഖ് കപൂർ റീമ കല്ലിങ്കലിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അവർ ഇത്രയും വന്ന് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കാണുമല്ലോ, പറയുക. അതുപോലെ തന്നെ കമലഹാസൻ സാറിന്റെ പാർട്ടിയിൽ അങ്ങനെയൊക്കെ നടക്കും. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്തായാലും പറ. എന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അവര് പറഞ്ഞതേ അറിയുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് അതെ അങ്ങനെ തന്നെ നടക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ലടേ. അതിന് പുള്ളി ഒന്ന് പറയട്ടെ. അപ്പോൾ ലെറ്റ് മീ ടെൽ വൺ മോർ തിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഓരോ ദിവസവും പല സ്ത്രീകൾ വരുന്നു, അലിഗേഷൻസ് പറയുന്നു പലർക്കും എതിരെ. വളരെ നല്ല കാര്യം. സിനിമ ഇൻഡസ്ട്രിയിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ദിവസം ഒഴിഞ്ഞു മാറി പോകട്ടെ. പോലീസുകാരും ഇവിടുത്തെ ഗവൺമെന്റും ഒക്കെ ഇടപെട്ട് എന്താന്ന് വെച്ചാൽ തീർപ്പാക്കിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ച, അതായത് ഈ ലഹരിയുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം പല ആളുകൾ പിന്നാമ്പുറത്ത് നിപ്പുണ്ടല്ലോ. ഈ പീഡനത്തെ മാത്രം പൊക്കിപ്പിടിച്ച്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അവരുപയോഗിക്കുന്ന പല ലഹരികളും മറ്റേ ഒതുക്കി മാറ്റി അത് ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിട്ട് പോലും, ആ റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് പോലും അതിനെ ചൂണ്ടിക്കാണിക്കാതെ പീഡനത്തെ മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആളുകൾ അവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. പക്ഷെ സാധാരണക്കാരന്, എന്നെയും ഈ വീഡിയോ കാണുന്ന നിങ്ങളെയും പോലുള്ള ആളുകൾക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിലെ പീഡനം എല്ലാം ഇല്ലാതാക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. എന്നാൽ സിനിമ ഇൻഡസ്ട്രിയിലെ ഈ ഒരു ലഹരി മാഫിയ ഇല്ലാതാക്കിയാൽ ഗുണം നമുക്കും കൂടെയാണ്. കാരണം ഇപ്പൊ ഈ ഇതിനകത്ത് പറയുന്ന പേരുകൾ അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ ഇതെല്ലാം ഓരോരുത്തരും വന്ന് പറയുന്നതാണ്. പക്ഷെ അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇവിടെ ഈ മയക്കുമരുന്നുകൾ വന്ന് ഇറങ്ങുമ്പോൾ അത് സാധാരണക്കാരിലേക്കും കൂടെ എത്തുകയാണ്. മനസ്സിലായില്ലേ? സോ സാധാരണക്കാർക്കും കൂടെ അത് ദ്രോഹമാണ്, ദോഷമാണത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ആദ്യമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങിപ്പോയിരിക്കുന്ന സിനിമ ഇൻഡസ്ട്രിയിലെ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനത്തിന്റെ ഉപയോഗം, അല്ലെങ്കിൽ ഒരുപാട് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യമേ കണ്ടുപിടിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം പോലീസുകാർ. ഇല്ലെങ്കിൽ ഈ പീഡന വീരന്മാരെ പിടിക്കാൻ ഓടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിനും കൂടെ സൈഡിൽ കൂടെ ഇതും കൂടെ ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് അതൊന്നും ഇല്ലാതാക്ക്. അതില്ലാതാക്കിയാൽ തന്നെ സാധാരണക്കാർക്ക്, ഞങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആരും അവർ ഉപയോഗിക്കത്തില്ല, കുട്ടികൾ ഇനി വരുന്നവര്. ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദോഷമാവുന്നത്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ചർച്ചകളും എല്ലാം നടക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചർച്ചയാകും. കാരണം സാധാരണക്കാരൻ അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അവന്റെ ലൈഫ് കുട്ടിച്ചോറാക്കാൻ പോകുന്നത് അതാണ്. അല്ലാതെ ഇവിടുത്തെ സിനിമയിലെ കീടണമൊന്നും അല്ല. അതൊക്കെ ഇനി എത്ര ദിവസം കാണുമെന്ന് കണ്ടറിയാം. പക്ഷെ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും, ഇവിടുത്തെ നിയമപാലകർ എല്ലാവരും ഒന്നൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യണം അതിനെതിരെ. ഇല്ലെങ്കിൽ സാധാരണക്കാരനും ദോഷമാണ്. സിനിമയിലുള്ള മറ്റേ കാശുള്ള കൊമ്പത്തിരിക്കുന്നവർക്കൊക്കെ അതൊരു പാർട്ടി പരിപാടിക്ക് മാത്രമായിരിക്കും. സാധാരണക്കാരനൊക്കെ ഇത് ഉപയോഗിച്ച് വല്ലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശുപത്രി കയറി ഇറങ്ങാൻ കാശ് കാണത്തില്ല. ഇവരുടെയിലൊക്കെ ചിലപ്പോൾ കാണും അത്. ഓക്കെ.